വാ മോളെ വാ, അച്ഛമ്മ മോന് പ്രസാദം തൊടിയിപ്പിച്ചു തരാം. കാണിച്ചേ. ആ സുശീലെ അനുമോളം തന്നെയല്ലേ അത്? സന്തോഷായോ കുട്ടന്? ഓ എന്റെ ദേവി, ഇതൊരു മഹാത്ഭുതം തന്നെയാണല്ലോ എന്റെ ഭഗവതി. അമ്പൂറ്റി തൊഴുതില്ലേ മോനെ? ഇനി നമുക്ക് പോവാം. മോൻ നന്നായി പ്രാർത്ഥിച്ചോ? അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചോ? അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോ? നന്നായി. സന്തോഷായി. ഞാൻ മരിക്കുന്നതിന് മുൻപ് സുശീലെ അനുമോളും ഇതുപോലെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദേവി, അത് നീ എനിക്ക് സാധിച്ചു തന്നു. പ്രാർത്ഥിച്ചില്ലേ? ഇനി നമുക്ക് പോയാലോ? മക്കളെ, ഭാനുമ വരുന്നുണ്ട്. വാ ഭാനുമ്മേ. എന്താ ഈ നോക്കുന്നേ? ഭാനുമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ നിന്നു പോയതാ. സ്വപ്നമൊന്നും അല്ല ഭാനുമ്മേ, ഞങ്ങളിപ്പോ ഇങ്ങനെയാ. എന്റെ വാശിയും വൈരാഗ്യവും വെറുപ്പും ഒക്കെ ഞാൻ മാറ്റിവെച്ചു. ഇപ്പൊ നെഞ്ചത്ത് നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലൊരു ആശ്വാസമാ. അല്ല, ഇപ്പോഴെങ്കിലും അഹങ്കാരത്തിന്റെ ആ ഭാരം ഇറക്കി വെക്കാൻ നിനക്ക് തോന്നിയല്ലോ സുശീലേ. ഈശ്വരനോട് നന്ദി പറയാം.